Hello my dear champions, എല്ലാവർക്കും വേദാന്തുവിന്റെ മലയാളം ചാനലിലേക്ക് അറിയാലോ സുസ്വാഗതം. Okay my dear students, once again welcoming all my dear champions to Vedantu's Malayalam channel. എല്ലാവരും സൂപ്പർ ഡൂപ്പർ എനർജറ്റിക് ആണ്, സൂപ്പർ ഡൂപ്പർ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പുതിയ മക്കൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും a big hug my dear students and a very very warm welcome. പുതിയ മക്കൾക്ക് വേദാന്തു ഫാമിലിയിലേക്ക് സുസ്വാഗതം ഒരിക്കൽ കൂടെ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാനുള്ളത് പുതിയ മക്കളോട്, പഴയ മക്കളോടും പുതിയ മക്കളോടും ഒറ്റൊരു കാര്യം പറയാനുള്ളൂ. മേക്ക് ഷുവർ ദാറ്റ് യു വാച്ച് ഓൾ ദ ലെക്ചേഴ്സ്. ഓക്കെ, നമ്മൾ പറയില്ലേ, അതായത് പാർഷ്യൽ നോളജ് ഇസ് ആക്ച്വലി വെരി ഡേഞ്ചറസ്. നമ്മൾ ഒരു കാര്യം അറിയാൻ തുടങ്ങി അതിൻ്റെ മൊത്തം അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടും, എസ്പെഷ്യലി ഇങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ. ഫോർ എക്സാമ്പിൾ ഐഡിയൽ ഗ്യാസ് ലോനെ കുറിച്ച് മൊത്തമായിട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളത് അറ്റംപ്റ്റ് ചെയ്യും. നിങ്ങൾ വിചാരിക്കും ഓക്കെ ഫൈൻ എനിക്ക് മൊത്തമായിട്ട് അറിയാം, നിങ്ങളത് അറ്റംപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് കിട്ടും. പക്ഷെ അറ്റ് ദ സെയിം ടൈം വേറൊരുത്തൻ ഒന്നും അറിയാത്തൊരുത്തൻ അത് ചിലപ്പോൾ അറ്റംപ്റ്റ് ചെയ്യില്ല, അവന് നെഗറ്റീവ് മാർക്ക് കിട്ടിയില്ല പക്ഷെ നെഗറ്റീവ് മാർക്ക് കിട്ടിയില്ല. സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ്. പാർഷ്യൽ നോളേജ് ഇസ് ഓൾവേസ് വെരി ഡേഞ്ചറസ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഒരു കാര്യം നിങ്ങൾ അറിയാൻ വേണ്ടി തുനിഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തമായിട്ട് അറിയണം. ഒരു കിണർ കുഴിക്കാൻ തുടങ്ങിയാൽ വെള്ളം കാണുന്നവരെയും കുഴിക്കണം എന്നാണ് ശാസ്ത്രം, അല്ലേ? ഫൈൻ. അപ്പോൾ please make sure that you watch all the previous lectures. It is very 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 important. Okay my dear students. Fine. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് ഈ അടുത്തിടയ്ക്ക് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട്. സാർ ഈ എക്സാമിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നല്ല പേടിയുണ്ട് സാറേ. ആസ് ഇൻ ഒരു എക്സാം ഹാളിലേക്ക്, അതായത് എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എല്ലാം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, അതായത് എനിക്ക് വീട്ടിലിരുന്ന് എല്ലാം നന്നായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എക്സാം ഹാളിലേക്ക് കടന്നു കഴിയുമ്പോൾ എൻ്റെ കൈയും കാലും കിടന്ന് പെടപെടാ വരയ്ക്കും. ഓക്കെ, ഇത് ബേസിക്കലി നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ യു ആർ സിറ്റിംഗ് അറ്റ് ദ കംഫർട്ട് ഓഫ് യുവർ ഹോം. മക്കളെ. അങ്ങനെ ഇരുന്ന് നിങ്ങൾ 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അതിപ്പോൾ ഒന്ന് തെറ്റിച്ചാലും ആരും ഒന്നും പറ്റാനൊന്നും പോകണില്ല. മെന്റലി നിങ്ങളുടെ മൈൻഡ് തന്നെ നിങ്ങളോട് പറയാണ് ഓക്കെ ഫൈൻ, ഇറ്റ്സ് ഫൈൻ. അതായത് നിങ്ങൾക്ക് തന്നെ ഇഷ്ടംപോലെ സമയം കൊടുത്തിട്ടുണ്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. ചിലപ്പോൾ നിങ്ങളൊരു പ്രോബ്ലം സോൾവ് ചെയ്യണ 10 മിനിറ്റ് കൊണ്ടായിരിക്കും, നിങ്ങളത് അറിയണ തന്നെ ഉണ്ടാവില്ല. പക്ഷെ നേരെ കുറച്ച് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ അവിടെ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഈ ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈം കാരണം അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനും പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ, പിന്നെ അടുത്തിരിക്കണവന്റെ പേനയൊന്ന് നിലത്ത് വീണാൽ ആ സൗണ്ട് കേട്ടാൽ, അല്ലെങ്കിൽ ഇൻവിജിലേറ്റർ ഒന്ന് തുമ്മിയാൽ ആ സൗണ്ട് കേട്ടാൽ, അല്ലെങ്കിൽ ബെഞ്ചുകളൊന്ന് ഇളകാൻ തുടങ്ങിയാൽ ആ സൗണ്ട് കേട്ടാൽ പണിപാളും. കാരണം അത്രയും എക്സാം സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങളൊരു എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ. അപ്പൊ ബേസിക്കലി അതെങ്ങനെ ക്രാക്ക് ചെയ്യാമെന്ന് എന്നോട് ചോദിച്ചാൽ യു ഹാവ് ടു ക്രിയേറ്റ് ദീസ് സിറ്റുവേഷൻസ് അറ്റ് ഹോം ഓൾസോ. അതായത് പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ഒരു 10 പ്രോബ്ലം ഒറ്റയടിക്ക് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു 30 പ്രോബ്ലം ഒറ്റയടിക്ക് ചെയ്യാൻ നോക്കുക. എന്നിട്ട് സൊല്യൂഷൻ നോക്കുക. നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ മിക്കവരും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവരൊരു സൊല്യൂഷൻ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ച് നേരം നോക്കിയിട്ട് അപ്പം തന്നെ അവർക്ക് മനസ്സിലായിരിക്കും ഓക്കെ ഫൈൻ 2 പേജ് മറിച്ചാൽ സൊല്യൂഷൻ കീ ഉണ്ട്, ആൻസർ കീ ഒന്ന് നോക്കാം. ആൻസർ കീ നോക്കുമ്പോൾ ഇത് കൊള്ളാലോ, ഇതെനിക്കറിയാലോ, ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളത് ട്രൈ ചെയ്യാനേ ഉണ്ടാവില്ല. ഒരു മിനിറ്റത്തേക്ക് പോലും നിങ്ങൾ ആലോചിക്കില്ല, നിങ്ങൾ നേരെ സൊല്യൂഷൻ കീയിലേക്ക് പോകും, അല്ലെങ്കിൽ ആൻസർ കീയിലേക്ക് പോകും. ആ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്യും. ഓക്കെ ഫൈൻ, ആ ഒരു ആൻസർ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടഫ് ആണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം. നിങ്ങളെ തന്നെ ഒന്ന് പ്ലീസ് ആക്കും. ഓക്കെ ഫൈൻ, ഈ ക്വസ്റ്റ്യൻ എനിക്കറിയാം, സൊല്യൂഷൻ ഇത്ര ഈസി ആണല്ലോ. പക്ഷെ അങ്ങനെയല്ല, സൊല്യൂഷൻ നിങ്ങൾക്ക് അറിയാതിരിക്കാം, പക്ഷെ അത് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ് മക്കളെ. അതായത് ഇത്രയും കെമിസ്ട്രിയിൽ ഇത്രയും 20-ലപ്പുറം ചാപ്റ്ററും, ഫിസിക്സിലും അത്രയും ചാപ്റ്റേഴ്സും, ബയോളജിയിലും അത്രയും ചാപ്റ്റേഴ്സും, മാത്സ് ആണെങ്കിൽ മാത്സിലും അത്രയും ചാപ്റ്റേഴ്സും കഴിഞ്ഞ് നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒഴുകി വരണ്ടേ നിങ്ങളുടെ ബുദ്ധിയിൽ, അല്ലേ? നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ ഇതൊക്കെ ഒഴുകി വരണ്ടേ? അതെല്ലാം കൂടി ഒരുമിച്ച് ഒഴുകി വരണമെങ്കിൽ യു നീഡ് പ്രാക്ടീസ്. അതുകൊണ്ടാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടൈം ബൗണ്ട് ആയിട്ട്, അത് നിങ്ങൾ എക്സാമിനേഷന് മാത്രമല്ല നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ടൈം ബൗണ്ട് ആയിട്ട് നോക്കുക. അതായത് ഓക്കെ 2 മിനിറ്റ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട്. 2 മിനിറ്റിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അപ്പൊ തന്നെ സൊല്യൂഷൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും.
അതായത് നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ്റെ ഒരു ബക്കറ്റ് എടുത്തിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ എടുത്തിട്ട് അത് സോൾവ് ചെയ്യാൻ നോക്കുക ഒറ്റയടിക്ക്. എന്നിട്ട് സൊല്യൂഷൻ കീയിലേക്ക് പോവുക. ഐഡന്റിഫൈ 10 questions and then do it. It'll make a huge difference. ഓക്കെ, കാര്യം ഈ എക്സാമിനേഷൻസിനൊക്കെ നിങ്ങൾക്ക് ആക്യുറസി മാത്രം പോരാ, കറക്റ്റായിട്ട് കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, സമയത്തും കിട്ടണം അല്ലേ. സ്പീഡ് ആൻഡ് ആക്യുറസി മാറ്റേഴ്സ്. അപ്പോൾ അത് നോക്കുക മക്കളെ. പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് തന്നെ വേറൊരു കഥയും കൂടി പറയാനുണ്ട്. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പ്രോബബ്ലി വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. എൻ്റെ തന്നെ ഒരു ഫ്രണ്ടിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് മക്കളെ. സോ വെയിറ്റ് ആൻഡ് വാച്ച്. വളരെ നല്ലൊരു മോട്ടിവേറ്റിംഗ്, ഞങ്ങളൊക്കെ തന്നെ അന്തം വിട്ടുപോയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. സംതിങ് ദാറ്റ് ചേഞ്ച് മൈ തോട്ട് പ്രോസസ്. ഓക്കെ, ഞാൻ കുറേ ഉണ്ട് എൻ്റെ ലൈഫിൽ, പക്ഷേ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിനോട് അനുബന്ധിച്ചിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ്. ഐ വിൽ ബി ടെല്ലിങ് അബൌട്ട് ദിസ്. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ കുറേ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോടും ഈ കഥ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇൻ വൺ ഓഫ് മൈ ക്ലാസ്സസ്. ഈ അടുത്ത് തന്നെ ഉണ്ടാവും മക്കളെ, സോ ഡോണ്ട് വറി. എനിവേ, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം മക്കളെ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു കാര്യം. ഇതല്ല കാര്യം, ഇത് എൻ്റെ പുതിയ മക്കൾക്ക് വേണ്ടിയിട്ടാണ് മക്കളെ. ഐ എം ജസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ് ടു ഓൾ ഓഫ് യു ഗൈസ്. എൻ്റെ പേര് സുദർശൻ, മൈ ഡിയർ സ്റ്റുഡൻസ്. നാട്ടിൽ കൊച്ചിയിലാണ്, ആലുവയിലാണ് സ്കൂളിംഗ് ഒക്കെ ചെയ്തത്. പഠിച്ചതൊക്കെ ബിറ്റ്സ്പിലാനിയാണ്. എന്നെക്കുറിച്ച് കൂടുതൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിലും കൂടുതൽ അറിയണമെങ്കിൽ നമുക്കൊരു സെഷൻ തന്നെ നടത്താം. ഓക്കെ, ഇൻ വൺ ഓഫ് ദി അപ്കമിങ് സെഷൻ സ്കൂളിൽ പറയാം, കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാം. ഞങ്ങൾ ലൈവ് വരാനും കാത്തിരിക്കുന്നുണ്ട് മക്കളെ. വി ആർ ഓൾസോ പ്ലാനിങ് ടു ഗോ ലൈവ്. അപ്പോൾ അന്ന് കൂടുതൽ ഇൻട്രാക്ഷൻസ് നടക്കുന്നതായിരിക്കും. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, വെയിറ്റ് ഫോർ ദാറ്റ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കുടുംബമാണ് മക്കളെ. നമ്മളൊരു കുടുംബമല്ലേ. നമ്മളൊരു കുടുംബമാകുമ്പോൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ. സോ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക മക്കളെ. ചാനലിനെ ഹെൽപ്പ് ചെയ്യുക. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വി ആർ എ ഫാമിലി, വി എയിൻഡ് ഫ്രണ്ട്സ്, വി നീഡ് ടു ഗ്രോ അല്ലേ. കേരളക്കാരെ മൊത്തം അലയടിക്കണം അല്ലേ മക്കളെ. യെസ് ഓ നോ? സോ പ്ലീസ് ഹെൽപ്പ് us, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇനി നമുക്ക് കിടക്കലാമാ, കാര്യത്തിലേക്ക് കിടക്കാം. വളരെ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന്. പക്ഷെ അത്ര ഡിഫിക്കൽട്ടും അല്ലാത്തൊരു ടോപ്പിക്കാണ്, ചെറിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, ഞാൻ ഒരു കാര്യം ഒന്നും കൂടി തറപ്പിച്ചു പറയാം. ചാപ്റ്ററിനെ കുറിച്ച് മൊത്തത്തിലൊരു ധാരണ കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽ കാണണം. എനിക്ക് കുറേ പോയിന്റ്സ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ടോപ്പിക് ബൈ ടോപ്പിക്ക് ഞാൻ ഇടണം. എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ബി ഈസിയർ ഫോർ യു ടു വാച്ച്. നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, കുറച്ച് പേർക്ക് ചിലപ്പോൾ ഐഡിയൽ ഗ്യാസ് ലോ അറിയായിരിക്കാം. അപ്പോൾ അവർക്ക് നേരെ ഈ വീഡിയോയിലേക്ക് വരാം. ഓക്കെ, അതുകൊണ്ടാണ് ടോപ്പിക്കായിട്ട് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഒന്നും അറിയാത്തവർ, ഈ ചാപ്റ്ററിനെ കുറിച്ച് ഒന്നും അറിയാത്തവർ ആദ്യം മുതൽ കാണുക. ഓക്കെ ഫൈൻ, ക്ലിയർ നോട്ട് മൈ ഡിയർ സ്റ്റുഡൻസ്? അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ടോപ്പിക് എന്താണ്? എന്താണ് സാറേ? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. വളരെയധികം സിമ്പിൾ ടോപ്പിക്കാണ്. ഇത്ര വലിയ മറ്റേ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. കേട്ടാൽ നിങ്ങൾ വിചാരിക്കും, ഈശ്വര ഇതെന്തോ ഗുണ്ടും കൊണ്ട് സാറ് വന്നുണ്ട്, ഇന്ന് പണി കിട്ടും അല്ല മക്കളെ. ഇല്ല, ഇറ്റ്സ് എ വെരി ഈസി ടോപ്പിക്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് is a set of theories. എല്ലാവരും നോക്കുക. It is a set of theories that എല്ലാവരും നോക്കുക മക്കളെ. ആദ്യം തന്നെ വായിക്കാൻ നോക്കല്ലേ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. It is a set of theories. ഒരു മിനിറ്റ് മക്കളെ. It is a set of theories that helps us to distinguish between ideal gas versus real gas. അതായത് ഒരു ഐഡിയൽ ഗ്യാസിനെയും ഒരു റിയൽ ഗ്യാസിനെയും വ്യത്യാസപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് ചില അസംഷൻസ് ഉണ്ട്. അതാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. നിങ്ങൾക്കറിയാം, ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്ന ഒരു ഗ്യാസ്, ഐഡിയൽ ഗ്യാസ് ഇസ് എ സെറ്റ് ഓഫ് ഹൈപ്പോത്തറ്റിക്കൽ ഗ്യാസസ്. നമ്മുടെ റിയൽ വേൾഡിൽ ഐഡിയൽ ഗ്യാസസ് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആ സത്യം ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഐഡിയൽ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, നമ്മുടെ ഒരു ഐഡിയൽ വേൾഡ് എവിടെയാണ്? സ്വർഗം.
സ്വർഗത്തിലെ എല്ലാം അടിപൊളിയാണ്. അതേപോലെ തന്നെ ഐഡിയൽ ഗ്യാസസ്, പക്ഷെ സ്വർഗമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഉണ്ട്. ഇപ്പോഴും ഒപ്പീനിയൻസ് ഉണ്ട്, പക്ഷെ എന്നാലും ഇല്ല എന്ന് തന്നെ വെക്കുക. അതേപോലെ തന്നെയാണ് ഐഡിയൽ ഗ്യാസിന്റെയും അവസ്ഥ. ഐഡിയൽ ഗ്യാസ് ഇല്ല, ആക്ച്വലി ഹൈപ്പോത്തറ്റിക്കലി ഉള്ളൊരു സംഭവമാണ് ഐഡിയൽ ഗ്യാസ്. ഈ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഗ്യാസസ് എന്ന് പറയുന്നത് റിയൽ ഗ്യാസസ് ആണ്. ഓക്കെ, ഐഡിയാലിറ്റി എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്കാണ്. ഈ റിയൽ ഗ്യാസസിന് വേണമെങ്കിൽ ഐഡിയൽ ഗ്യാസസിന്റെ അടുത്തേക്ക് എത്താം ബിഹേവിയർ വൈസ് ചില കണ്ടീഷൻസിൽ. ഓക്കെ, അപ്പൊ ഈ ഡിഫറൻസിയേഷൻ മനസ്സിലാക്കാനായിട്ട്, ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്താണെന്ന് പഠിക്കാം. ഇറ്റ്സ് എ സെറ്റ് ഓഫ് അസംഷൻസ് ദാറ്റ് ഹെൽപ്സ് us to, or it's a set of theories that helps us to, or it's a set of hypotheses that helps us to distinguish between ideal gas and real gas. Alla first assumption namakku nokka, gases consists of large number of identical particles, atoms or molecules. These particles nu parna, it can be atoms, molecules, okay, that are so small and so far apart on the average that the actual volume of the molecules is negligible in comparison to the empty space between them. എന്ന് വെച്ചാൽ എന്താ, കുറെ ഉണ്ട്. ഏതാണ്ട് ഷേക്സ്പിയറിന്റെ നോവൽ കൂട്ടാണ് ഈ പറയുന്നത്. അതായത് ഇത് ഇവരെന്താ ഉദ്ദേശിക്കണെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. വോളിയം ഓഫ് എ മോളിക്യൂൾ is very less when compared to the volume of the container in which the gas is filled. അതായത് നമ്മൾ ഇങ്ങനെ ഒരു കണ്ടെയ്നർ എടുത്തു, അതിൽ കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് ഇട്ടാൽ the volume occupied by the gas molecules is very low when compared to the total volume of the container. അതായത് നിങ്ങൾ നോക്കുക, ഈ മോളിക്യൂൾസിനെ എല്ലാം കൂടി ഞാൻ ഒന്നിച്ച് ഒരു കോർണർ, ഒരു മൂലയ്ക്ക് കൊണ്ടിട്ടു എന്ന് വിചാരിക്കാം. അപ്പൊ ഇത്രയും ആയിരിക്കുമല്ലോ. ദിസ് ഇസ് ദി ആക്ച്വൽ ടോട്ടൽ വോളിയം ഓഫ് ഓൾ ദ മോളിക്യൂൾസ് അല്ലേ. ഈ മോളിക്യൂൾസിനെ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഒരു മൂലയ്ക്ക് കൊണ്ടിട്ടു. ഈ മൂലയുടെ വോളിയം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് ടോട്ടൽ വോളിയം ഓഫ് ദ കണ്ടെയ്നർ നോക്കുമ്പോൾ. അതായത് നമുക്കത് നെഗ്ലക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. Volume of the molecules of the gas can be neglected compared to the volume of the container. അതായത് അത്രയ്ക്ക് ചെറുതാണ്. ഒരു ഐഡിയൽ ഗ്യാസിന്റെ കാര്യമാണ് ഞാൻ പറയണത്. ഇത് ഒരു ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ച് ഉള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് അസംഷൻ ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. ഇവിടെ 3 സ്റ്റാർ ഞാൻ ഇടുന്നു. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസംഷൻ ആണ്. ഇത് റിയൽ ഗ്യാസസിന്റെ കേസിൽ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഐഡിയൽ ഗ്യാസസിന്റെ കേസസിൽ ഇത് ഇങ്ങനെയാണ്. വോളിയം ഓഫ് ദ മോളിക്യൂൾ ഓഫ് ദ ഗ്യാസ് ഇസ് വെരി ലെസ് കമ്പയർഡ് ടു ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ അങ്ങനെ ഒരു അസംഷൻ നടത്തിയാൽ എന്തുകൊണ്ടാണ് ഇത്രയും ഡിഫറൻസിയേഷൻ വരുന്നത്? ഇത്രയും ഡിഫറൻസിയേഷൻ എന്തുകൊണ്ടാണ് വരുന്നത് ഇങ്ങനെ ഒരു അസംഷൻ നടത്തിയാൽ? അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, വഴിയെ മനസ്സിലാവും. പക്ഷെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫോർ an ideal gas the volume occupied by the molecules of the gas is very less compared to the volume of the container. Got it, my dear students? അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇവിടെ ആവറേജ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, എന്താണത്? Look at this. Gases consist of large number of identical particles that are so small and so far apart on the average. അതായത് രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ രണ്ട് മോളിക്യൂൾസ് തമ്മിൽ ഇത്ര ഡിസ്റ്റൻസ് ഉള്ളൂ, ഈ രണ്ട് മോളിക്യൂൾസ് തമ്മിൽ ഇത്ര ഡിസ്റ്റൻസ് ഉള്ളൂ, ഈ രണ്ട് മോളിക്യൂൾ തമ്മിൽ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ഈ രണ്ട് മോളിക്യൂൾ തമ്മിൽ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ? ഓൺ ആൻ ആവറേജ് രണ്ട് മോളിക്യൂൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഓൺ ആൻ ആവറേജ്, എല്ലാ മോളിക്യൂൾസും ഇക്വി ഡിസ്റ്റന്റ് ആവണമെന്നില്ലല്ലോ ഫ്രം ഈച്ച് അതർ. ഓൺ ആൻ ആവറേജ് രണ്ട് മോളിക്യൂൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് on an average so far apart on the average that the actual volume of the molecules is negligible. അതായത് ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ വലുതാണ്. ഓൺ ആൻ ആവറേജ് എടുക്കുകയാണെങ്കിൽ രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ വലുതാണ് കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദ മോളിക്യൂൾസ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ പറയുന്നത് ഈ എംപ്റ്റി സ്പേസിന്റെ വോള്യൂം ഈസ് വെരി ലാർജ് വെൻ കമ്പയർഡ് ടു ദ വോള്യൂം ഓഫ് ദ മോളിക്യൂൾസ്.
Got it, my dear students? Fine. ഇനി അടുത്തത്, there is no force of attraction, there is no force of attraction between the particles of a gas at ordinary temperature and pressure. There is no force of attraction between the particles of a gas at ordinary temperature and pressure. ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ട്രിപ്പിൾ സ്റ്റാർ റേറ്റഡ് പോയിന്റ് ആണ് ഒരു ഐഡിയൽ ഗ്യാസിനെ കുറിച്ച്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു കണ്ടെയ്നറിൽ ഒരു ഗ്യാസ് മോളിക്യൂൾസ് എടുക്കുകയാണെങ്കിൽ, ഐഡിയൽ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ, ഇമാജിൻ ദിസ് ഇസ് എൻ ഐഡിയൽ ഗ്യാസ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇമാജിൻ ദിസ് ഇസ് എൻ ഐഡിയൽ ഗ്യാസ്. ഇഫ് ദിസ് ഇസ് എൻ ഐഡിയൽ ഗ്യാസ്, ഈ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നാണ് പറയുന്നത്. സാറേ അങ്ങനെ നടക്കുമോ സാറേ? റിയൽ ഗ്യാസസിൽ ഇത് നടക്കില്ല. പക്ഷെ ഐഡിയൽ ഗ്യാസസിന്റെ കേസിൽ we are assuming that there is no force of attraction between them, or there is no interaction between them. അതിപ്പോ attraction പോട്ടെ, repulsion പോലും ഇല്ല. Got it? Yes or no? So there is no interaction between the gas molecules for an ideal gas. അങ്ങനെ നടക്കുമോ സാറേ? അങ്ങനെ റിയാലിറ്റിയിൽ അങ്ങനെയാണോ സാറേ? അങ്ങനെയല്ല, റിയാലിറ്റിയിൽ അങ്ങനെയല്ല. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ പറഞ്ഞില്ലേ ഇത് റിയൽ ഗ്യാസസിനെ കുറിച്ചുള്ള കഥയല്ല, ഇത് ഐഡിയൽ ഗ്യാസസിന്റെ കഥയാണ്. ഓക്കെ ഫൈൻ. സോ ഈ പോയിന്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, പാർട്ടിക്കിൾസ് ഓഫ് എ ഗ്യാസ് ആർ ഓൾവേസ് ഇൻ കോൺസ്റ്റന്റ് ആൻഡ് റാൻഡം മോഷൻ. കുറുമ്പന്മാരാ ഗ്യാസസ്. അതിപ്പോൾ ആക്ച്വലി റിയൽ ഗ്യാസസിന്റെ കേസ് എടുത്താലും ഐഡിയൽ ഗ്യാസസിന്റെ കേസ് എടുത്താലും അവന്മാർ നല്ല കുറുമ്പന്മാരാ, ഓടി നടക്കും അല്ലേ? വി നോ ദാറ്റ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ആക്ച്വലി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പോയിന്റ് ആണ്. ഗോട്ട് ഇറ്റ്? പിന്നെ ഇവിടെ ഞാൻ വേറൊരു പോയിന്റ് ആഡ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി റിലേറ്റഡ് ടു ദ സെക്കൻഡ് പോയിന്റ് ആണ്. റിലേറ്റഡ് ടു ദ സെക്കൻഡ് പോയിന്റ് ഒരു ചെറിയൊരു പോയിന്റും കൂടി ഞാൻ ആഡ് ചെയ്യാൻ പോവാ. ഗ്രാവിറ്റി is neglected. Gravity is neglected. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഈ ഗ്രാവിറ്റി നെഗ്ലക്ട് ചെയ്യാന്ന് വെച്ചാൽ, അതെ, ഐഡിയൽ ഗ്യാസസിന്റെ കേസസിൽ ഫോർ ഐഡിയൽ ഗ്യാസസ് മൈ ഡിയർ സ്റ്റുഡൻസ് ഗ്രാവിറ്റി ഈസ് നെഗ്ലക്റ്റഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ അപ്പോൾ അതിന്റെ കോൺസിക്വൻസ് എന്താണ്? അതിന്റെ കോൺസിക്വൻസ് എന്താണ്? ഈ സ്ലൈഡിൽ നിന്ന്, ഈ 3 പോയിന്റിൽ നിന്ന് നിങ്ങൾക്കൊരു we can get into a result, ഒരു ഇൻഫറൻസിലേക്ക് എത്താൻ പറ്റും. എന്താണെന്നറിയോ? നോക്കുക, there is no force of attraction between the particles, there is no gravity is neglected for ideal gas, and they are in complete motion, which means that ideal gases just have kinetic energy. Ideal gases just have kinetic energy. Or we can also say that potential energy is equal to 0. Ideal gases just have kinetic energy, or else we can also say that potential energy of ideal gas is equal to 0. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ എന്താണ്, എങ്ങനെ മനസ്സിലായില്ല? POT എന്ന് ഉദ്ദേശിക്കുന്നത് പോട്ടല്ല കേട്ടോ, പൊട്ടൻഷ്യൽ എനർജി. ഈ കൺക്ലൂഷൻ ഞാൻ ഇവിടെ സാധാരണ ചില ബുക്സിലൊന്നും ചിലപ്പോൾ തരില്ല. ഇവിടെ ഈ കൺക്ലൂഷൻ നേരെ ഒമാര് കൊണ്ട് തെർമോഡൈനാമിക്സിൽ യൂസ് ചെയ്യും. അവിടെ ഇത് കാണുമ്പോൾ എല്ലാ പിള്ളേരും സാർ ഇതൊന്നും ഞാൻ പഠിപ്പിച്ചില്ലല്ലോ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ. അവിടെ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാനിത് ഇവിടെ തരുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ വളരെ സിമ്പിൾ ആണ്. നമുക്കൊക്കെ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കിട്ടണേ? വെൻ വി ആർ ഇൻ എ ഫോഴ്സ് ഫീൽഡ്, അല്ലെ? നമുക്കിപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കിട്ടണേ? ബിക്കോസ് വി ആർ ഇൻ ദ ഫോഴ്സ് ഫീൽഡ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഫീൽഡ്, അല്ലെ? അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. നമ്മളിപ്പോൾ 2 ചാർജസിനെ കൊണ്ടുവരികയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അല്ലെ? അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഫീൽഡിൽ അവര് ഉണ്ടാവും. ഇവിടെ ഗ്രാവിറ്റി നമ്മൾ നെഗ്ലക്ട് ചെയ്തു, പിന്നെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും നെഗ്ലക്ട് ചെയ്തു.
Intermolecular force of attraction neglect ചെയ്തു. അപ്പോൾ the potential energy due to gravity can be neglected and the potential energy due to intermolecular forces എന്ന് പറഞ്ഞാൽ അത് എന്തും ആവാം, van der Waals forces for example, അത് നമ്മൾ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ച പൊട്ടൻഷ്യൽ എനർജി can also be neglected. The potential energy due to these intermolecular forces is zero. അതായത് പൊട്ടൻഷ്യൽ എനർജി ഇല്ല ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾസിന്. ഗ്രാവിറ്റിയും നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു, ഇതും നെഗ്ലക്ട് ചെയ്യുന്നു. സോ ദി ഓൺലി എനർജി ഫോർ ദ പാർട്ടിക്കിൾസ് ഇസ് ബേസിക്കലി ഡ്യൂ ടു ദെയർ മോഷൻ. അതായത് കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ ഫോർ ഐഡിയൽ ഗ്യാസസ്. ഇറ്റ്സ് ഓൺലി കൈനറ്റിക് എനർജി ദാറ്റ് ഇസ് പ്രസന്റ്. റിയൽ ഗ്യാസസിന്റെ കേസസിൽ അങ്ങനെയല്ല. റിയൽ ഗ്യാസിന്റെ കേസിൽ അവിടെ അട്രാക്ഷൻസ് വരുന്നുണ്ട് അല്ലേ, ഗ്രാവിറ്റി ഉണ്ട്, അട്രാക്ഷൻസ് ഉണ്ട്, അവർക്ക് പൊട്ടൻഷ്യൽ എനർജി എന്തായാലും ഉണ്ടാവും. പക്ഷെ ഇവന്മാരുടെ കേസിൽ നമ്മൾ ഇതൊക്കെ നെഗ്ലക്ട് ചെയ്യണമുണ്ട്, കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. ഇത് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, ഇത് തലയിൽ സിമെന്റ് അടിച്ചു വെച്ചോളൂ. കാര്യം തെർമോഡൈനാമിക്സിൽ ഇവന്മാർ നിങ്ങൾക്ക് നല്ല പണി തരും. ഓക്കെ, ഇത് മര്യാദയ്ക്ക് മനസ്സിലായില്ലെങ്കിൽ തെർമോഡൈനാമിക്സിൽ ഇവന്മാർ നിങ്ങൾക്ക് നല്ല പണി തരും. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫോർ ഐഡിയൽ ഗ്യാസസ് ദി ഓൺലി എനർജി ദാറ്റ് ദേ ഹാവ് ഇസ് കൈനറ്റിക് എനർജി. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇത് നിങ്ങൾ മറക്കാൻ പാടില്ല. നൗ next point, during their random motion they collide with each other. ആര്? നമ്മൾ തമ്മിലാണോ? അല്ല, gas particles collide with each other and with the walls of the container. Pressure is exerted by the gas as a result of collision of the particles with the walls of the container. എന്റെ സാറേ, ഇത് പറയാനാണ് ഇത്ര എഴുതി വെച്ചത്? ഇത് നമുക്കറിയില്ലേ? അതായത് നമ്മൾ ഒരു കണ്ടെയ്നറിൽ എടുത്താൽ ഇവന്മാർ നല്ല കുറുമ്പന്മാരാണ്. ഇവന്മാരെ തമ്മിലിടിക്കുകയും ചെയ്യും, at the walls of the container ഇടിക്കുകയും ചെയ്യും. That collisions with the walls of the container creates the pressure. അതാണ് പ്രഷർ. ഇത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ കണ്ടതാണ്. പ്രഷർ എക്സർട്ടഡ് ബൈ ദ ഗ്യാസ് ഇസ് നത്തിങ് ബട്ട് ദ collisions that they have with the walls of the container. Okay, പിന്നെ collisions of gas molecules are perfectly elastic. Elastic എന്ന് പറഞ്ഞാൽ എന്താ? Elastic collisions are when എന്താ? This means that the total energy of the molecules before and after the collision remains the same. Elastic collisions എന്ന് പറഞ്ഞാൽ total energy is conserved. അതായത് there is no loss in kinetic energy. Total energy is conserved എന്നല്ല, energy is always conserved. There is no loss of kinetic energy. അതായത് നമ്മൾ രണ്ട് സാധനങ്ങൾ തമ്മിൽ ഇടിക്കുമ്പോൾ സാധാരണ ഹീറ്റിലും സൗണ്ടിലും കുറച്ച് എനർജി പുറത്തോട്ട് പോവും. There will be a loss of energy in the form of loss of kinetic energy in the form of heat, for example. പക്ഷെ elastic collisions എന്ന് പറഞ്ഞാൽ obviously രണ്ട് gas particles തമ്മിൽ ഇടിക്കുമ്പോൾ there will be a transfer of kinetic energy, but there is no loss of kinetic energy that is happening. Total kinetic energy before collision and total kinetic energy after collision will be the same. അതാണ് ഇലാസ്റ്റിക് കൊളീഷൻ. അതായത് എനർജി നഷ്ടപ്പെടുന്നില്ല ഹീറ്റിന്റെ രൂപത്തിൽ. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, ഗോട്ട് ഇറ്റ്? അങ്ങനെയാണോ ശരിക്കും റിയൽ ഗ്യാസസിന്റെ കേസിൽ? അങ്ങനെ ആവണമെന്നില്ല. ഓക്കെ, ഇതൊക്കെ ഐഡിയൽ ഗ്യാസസിന് വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ്, at any particular time different particles in the gas have different speeds and hence different kinetic energies. Obviously, അതായത് ഈ പാർട്ടിക്കിൾസിന്റെ ഒക്കെ സ്പീഡ്, അതായത് നമ്മളൊരു കണ്ടെയ്നറിൽ ഒരു സെറ്റ് ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസ് എടുക്കുകയാണെന്ന് വരിക. ഓക്കെ, പാർട്ടിക്കിൾ 1, പാർട്ടിക്കിൾ 2, പാർട്ടിക്കിൾ 3, പാർട്ടിക്കിൾ 4, പാർട്ടിക്കിൾ 5, പാർട്ടിക്കിൾ 6, ഇവന്മാരുടെ ഒക്കെ വെലോസിറ്റി സെയിം ആവണമെന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. ചിലപ്പോൾ ഇവന്റെ വെലോസിറ്റി u1 ആയിരിക്കും, ഇവന്റെ വെലോസിറ്റി u2 ആയിരിക്കും, ഇവന്റെ വെലോസിറ്റി u3 ആയിരിക്കും, ഇവന്റെ വെലോസിറ്റി u-tube ആയിരിക്കും, അല്ലെ, ഇവന്റെ വെലോസിറ്റി u4 ആയിരിക്കും. മൈ ഡിയർ സ്റ്റുഡൻസ്, അത് ഒരിക്കലും സെയിം ആവണമെന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇനി അപ്പൊ ഇത്രയും അസംഷൻസ് നമ്മൾ കണ്ടു. ഈ അസംഷൻസിന്നൊക്കെ ഈ അസംഷൻസ് ഒക്കെ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് they came out with a mathematical equation. They said that for an ideal gas PV is equal to 1/3 into mass into
n into URMS the whole square. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇതെന്ത് ഇക്വേഷനാണ്? ഈ എമ്മും എന്നും എന്താണ്? ഈ URMS എന്താണ്? എല്ലാവരും നോക്കുക മക്കളെ. M is nothing but mass of one particle. Mass of one gas particle ആണ് M. N എന്ന് പറയുന്നത് number of gas particles. അതാണ് N. ഇനി URMS എന്ന് പറയുന്നത്, what is URMS? URMS is nothing but root mean square velocity. Root mean square velocity. Okay, my dear students. M is equal to mass of one particle. N is equal to number of gas particles. URMS is equal to root mean square velocity. Root mean square velocity ഞാൻ ഒന്ന് മാറ്റി എഴുതാം so that it becomes clear for you. Root mean square velocity. URMS is nothing but root mean square velocity. Okay, my dear students. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്താണ് സാറേ? ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേം ആണ്. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് എല്ലാവരും നോക്കുക. സപ്പോസ് നമ്മളൊരു കണ്ടെയ്നർ എടുത്തു. ഓക്കെ, അതിൽ കുറേ ഗ്യാസ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം മക്കളെ. അതിൽ കുറേ ഗ്യാസ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഗ്യാസ് പാർട്ടിക്കിൾ 1 2 3 4 5 6 7 ഇഷ്ടംപോലെ മില്യൺസ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ പാർട്ടിക്കിൾസിന്റെ ഒക്കെ വെലോസിറ്റി, ലെറ്റ് us say the velocity of all these particles be u1, u2, u3, u4. Okay, and it goes on like this. u1, u2, u3 അങ്ങനെ un വരെയും n പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. n is a number of particles. n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അങ്ങനെ un വരെയും പോകും അല്ലേ? റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി is nothing but URMS is nothing but, എല്ലാവരും നോക്കുക മക്കളെ, URMS is nothing but root of u1 square plus u2 square plus u3 square, and it goes on like this, divided by n. ഈ n റൂട്ടിൻ്റെ അകത്ത് തന്നെ വരണം. Okay, so this is URMS. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേം ആണ്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കുറച്ച് അറിഞ്ഞിരിക്കണം. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ റെപ്രസെന്റേറ്റീവ് ടേം ഫോർ ദ വെലോസിറ്റി. അത് നമ്മളൊക്കെ പറയില്ലേ, നമ്മളൊരു ക്ലാസ്സിൽ ഹൈറ്റ് മൊത്തം എടുക്കുകയാണ്. ഒരുത്തന് 6 അടി, ഒരുത്തന് 5 അടി, ഒരുത്തന് 4.5, ഒരുത്തന് 5.3 അടി. നമ്മൾ പറയില്ലേ ഒരു ആവറേജ് ഹൈറ്റ് എത്രയാണ്? സോ ആവറേജ് ഇസ് എ റെപ്രസെന്റേറ്റീവ് നമ്പർ. ആവറേജ് കണ്ടാൽ ഓക്കെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഫൈൻ, ഇതാണൊരു ഏകദേശം ആ ക്ലാസ്സിൻ്റെ ഒരു ഹൈറ്റ്. അതേപോലെ തന്നെ URMS is also a statistical term. It gives you an idea. ഓക്കെ, ഒരു റെപ്രസെന്റേറ്റീവ് വെലോസിറ്റി ആണ്. ഇത്രയും വെലോസിറ്റികൾ ഉണ്ട്, u1 ഉണ്ട്, u2 ഉണ്ട്, u3 ഉണ്ട്, u4 ഉണ്ട്. അത്രയും വെലോസിറ്റികളിൽ നിന്ന് URMS is a representative velocity. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും സാർ അതൊക്കെ പോട്ടെ, സാർ തുടങ്ങിയത് ഇവിടെയാണ്. PV is equal to 1/3 into m into n into URMS the whole square. ഇത് വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? മനസ്സിലാക്കി തരാം മക്കളെ. എവ്രിവൺ ലുക്ക് ഓവർ ഹിയർ. സോ നമുക്കറിയാം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നിന്ന് we got PV is equal to 1/3 into m into n into URMS the whole square.
ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ അത് കുറേ അടുത്ത് കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് നോട്ട് റിക്വയർഡ് അറ്റ് ഓൾ ഫോർ യു ഗൈസ്. അതിപ്പോൾ നിങ്ങൾ ഏത് എക്സാം കൊടുക്കുകയാണെങ്കിലും ഇതിന്റെ ഡെറിവേഷൻ ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ അവിടെ തന്നേനെ മക്കളെ, ഇതിന്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റേ അല്ല. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് എ റിസൾട്ട് ദാറ്റ് യു ഗെറ്റ് ഔട്ട് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഇനി നമുക്ക് നോക്കാം മക്കളെ, എവ്രി വൺ ലുക്ക് ഓവർ ഹിയർ. നമ്മൾ ഇപ്പോൾ ഒരു കണ്ടെയ്നർ എടുക്കുകയാണ്, മക്കളെ. ആൻഡ് ലെറ്റ് us say that we have a lot of gas particles in it. ഈ ഗ്യാസ് പാർട്ടിക്കിൾസിൻ്റെ ഒക്കെ വെലോസിറ്റി u1, u2, u3 etc. അന്ന് വരിക. Okay, these are the velocities of the gas particles. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാവരും സൂക്ഷിച്ചു നോക്കുക. What is the expression for kinetic energy? Kinetic energy expression എന്തായിരിക്കും മക്കളെ? Kinetic energy of all the molecules. അതിന്റെ expression എന്തായിരിക്കും? നമുക്കറിയാം kinetic energy എന്ന് പറഞ്ഞാൽ half mv² ആണ്. half into m into v square. അപ്പോൾ all the moleculesന്റെ kinetic energy എന്തായിരിക്കും? half into m. m ആണ് mass of the gas particle. ഓക്കെ, ഒരു ഗ്യാസ് പാർട്ടിക്കിളിന്റെ മാസ് m ആണ്. ഇത് സെയിം ഗ്യാസ് ആയതുകൊണ്ട് എല്ലാത്തിന്റെയും മാസ് m തന്നെയായിരിക്കും. വി ആർ ടോക്കിംഗ് അബൌട്ട് ദ സെയിം ഗ്യാസ് പാർട്ടിക്കിൾസ് ഓവർ ഹിയർ. സെയിം ഗ്യാസ്, എല്ലാത്തിന്റെയും മാസ് m തന്നെയായിരിക്കും മക്കളെ, അല്ലേ? സോ ഹാഫ് ഇൻറ്റു m ഇൻറ്റു u1 സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു m ഇൻറ്റു u2 സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു m ഇൻറ്റു u3 സ്ക്വയർ ആൻഡ് ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. And it goes on like that. u1, u2, u3 എന്താണ്? They are the velocities. u1, u2, u3, they are the velocities. u1 is the velocity of first particle, u2 velocity, u3 velocity, and goes on like that. Yes or no? ഇനി ഇതിൽ നിന്ന് ഞാൻ half into m ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. half into m, I'm taking it outside. So what do you get? You get u1 square plus u2 square plus u3 square and goes on like that. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണത്? ഇനി ഞാൻ ചെറിയൊരു കളി കളിക്കാൻ പോവാ. I'm going to divide this by n and multiply this by n. അതായത് ഇവനെ ഞാൻ ഇങ്ങനെ ഒരു പണി ചെയ്യാൻ പോവാണ്. u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ പ്ലസ് u3 സ്ക്വയർ ഡിവൈഡഡ് ബൈ n multiplied by n. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറിന് എന്താ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തിനാണ് സാർ ഇങ്ങനെ എഴുതിയത്? എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇവനെ കണ്ടോ നിങ്ങൾ? ഇവൻ ആരാണ് മക്കളെ? ഇവനെ ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. വാട്ട് ഈസ് URMS the whole square, my dear students? What is URMS the whole square? URMS the whole square എത്രയാണ്? URMS the whole square is square of that term. That's nothing but u1 square plus u2 square divided by n. Alla? Yes or no? Yes or no, my dear students? u1 square plus u2 square plus u3 square plus u4 square divided by n. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ if you put it like that, നമുക്ക് എന്ത് കിട്ടും? kinetic energy is equal to എവിടെ പോയി kinetic energy is equal to half into m into n. ഈ n നമ്മൾ തൊടുന്നില്ല, ഈ n നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. half into m into URMS the whole square. Okay, my dear students? Yes or no? ഇനി നമ്മൾ എല്ലാവരും നോക്കുക മക്കളെ. I'm going to do something over here. എല്ലാവരും നോക്കുക. ദിവനെ ഇല്ലേ ഈ 1/3 m into n into URMS the whole square. What if I am multiplying the LHS and RHS by 3/2? I am multiplying LHS by 3/2, RHS by 3/2. അങ്ങനെ ചെയ്യാലോ. LHS equal to RHS. So അപ്പോൾ LHS ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ RHS ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. So what do I get? എല്ലാവരും നോക്കുക. What do I get? I'll get 3/2
into PV is equal to 3 by 2 into 1 by 3. 3 by 2 into 1 by 3 എത്രയാ? 1 by 2. So 1 by 2 into M into N into URMS the whole square. ഇവൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ സാറേ, ഇവൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അത് ഇവനെ ഇവിടെ കണ്ടു, ഇവനെ ഇവിടെ കണ്ടു മക്കളെ. This is nothing but kinetic energy of all the molecules. So basically my dear students, this is nothing but 3 by 2 PV, 3 by 2 PV is nothing but kinetic energy of all the molecules, kinetic energy of n molecules of all the molecules. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ മറക്കരുത്, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ മറക്കരുത്. ഇനി ഇവനെ വെച്ചിട്ട് കുറച്ച് കളികൾ കളിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. വാട്ട് ഇഫ് നമുക്ക് കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ, അതായത് കൈനറ്റിക് എനർജി, ഇതിപ്പോ n പാർട്ടിക്കിൾസ് ആണ്, ഇതിപ്പോ n പാർട്ടിക്കിൾസ് ആണ്. ഇനി ഇത് തന്നെ 1 mole എന്ന് വെച്ചാൽ എന്താ? അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. സോ 1 mole is basically equal to അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. സോ വി ക്യാൻ റൈറ്റ് 3 by 2 PV, 3 by 2 PV is equal to half into M into NA into URMS the whole square. URMS the whole square. NA ആയിട്ട് ഇടുകയാണെങ്കിൽ അതേപോലെ തന്നെ പിയും വിയും മാറും, ബട്ട് ഈ ഇക്വേഷൻ വാലിഡ് ആയിരിക്കും. 3 by 2 PV is equal to half into M into NA into URMS the whole square. So we can also write it like this. ഇത് ബേസിക്കലി M into NA എന്താണ്? മാസ് ഓഫ് 1 particle into അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. മാസ് ഓഫ് 1 particle into അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. We can get it as half into molar mass. That's nothing but molar mass into URMS the whole square. Into URMS the whole square is equal to 3 by 2 PV. Is equal to 3 by 2 PV, my dear students. Yes or no, my dear students? Yes or no, my dear students? അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാറേ ഇതാണോ കറക്റ്റ്, ഇതാണോ കറക്റ്റ്? രണ്ടും കറക്റ്റാ. ഇത് ഫോർ ജനറൽ n നമ്പർ ഓഫ് മോൾസ്, ഇത് ബേസിക്കലി ഫോർ 1 മോൾ, അത്രേ ഉള്ളൂ. ഓക്കെ, ഫോർ 1 മോൾ ഹാഫ് ഇൻറ്റു M ഇൻറ്റു URMS സ്ക്വയർ. ഫോർ 1 മോൾ ഈ M ഇൻറ്റു NAന് പകരം ക്യാപിറ്റൽ M എഴുതാം, അത്രേ ഉള്ളൂ, അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഫോർ n മോളിക്യൂൾസ് ഇതാണ് ജനറൽ ഇക്വേഷൻ. ഈ n മോളിക്യൂൾസ് NA മോളിക്യൂൾസ് ആവുമ്പോൾ, അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആവുമ്പോൾ ഇങ്ങനെ എഴുതാന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറെ അതിൽ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല മക്കളെ. ഗോട്ട് ഇറ്റ്, മൈ ഡിയർ സ്റ്റുഡൻസ്? ഫൈൻ. ഇനി അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് എന്ത് കിട്ടി മക്കളെ? വി ഗോട്ട് ദാറ്റ് കൈനറ്റിക് എനർജി, വി ഗോട്ട് ദാറ്റ് കൈനറ്റിക് എനർജി, നമുക്ക് കിട്ടി. വി ഗോട്ട് ദാറ്റ് കൈനറ്റിക് എനർജി, kinetic energy of an ideal gas is equal to 3 by 2 into P into V. Got it, my dear students? Yes or no, my dear students? Ini for n moles, for n moles, for n moles, for n moles, we know that PV is equal to nRT for an ideal gas. അപ്പോൾ ഈ കൈനറ്റിക് എനർജീനെ നമുക്ക് എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജി is equal to 3 by 2 into N into RT. This is for n moles. This is for n moles. For n moles of an ideal gas, kinetic energy is equal to 3 by 2 nRT. ഇനി ഇത് തന്നെ 1 mole ആണെങ്കിൽ, for 1 mole ആണെങ്കിൽ we will get kinetic energy is equal to 3 by 2 RT. ഈ n എന്നുള്ളത് 1 ആക്കാം. That is for 1 mole. This is for 1 mole. This is for 1 mole, my dear students. Yes or no, my dear students? Yes or no, my dear students? Perfect or not? Ini kinetic energy is equal to 3 by 2 into RT divided by NA. This is for 1 molecule, my dear students. This is for 1 molecule. This is for 1 molecule, my dear students. This is for 1 molecule of. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാറേ അതെങ്ങനെ കിട്ടി സാറേ, അതെങ്ങനെ കിട്ടി സാറേ? ഞാൻ പറഞ്ഞു തരാം, ഡോണ്ട് വറി. ദിസ് ഈസ് ഫോർ 1
molecule. Okay, my dear students. For n moles, Ke equal to 3 by 2 nRT. For 1 mole, 1 second. For 1 mole, it is 3 by 2 RT. അതങ്ങനെ കിട്ടി, n ഇവിടെ 1 ആക്കി ഇട്ടു അല്ലേ. ഇനി for 1 molecule it is 3 by 2 RT by n. എന്തുകൊണ്ടാ? Because 1 mole എന്ന് വെച്ചാൽ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അതായത് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് ഇതാണ് കൈനറ്റിക് എനർജി. അപ്പോൾ 1 പാർട്ടിക്കിളിന് 1 മോളിക്യൂൾ എന്ന് വെച്ചാൽ 1 പാർട്ടിക്കിൾ ആണ്. അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് 3 by 2 RT. അപ്പോൾ 1 പാർട്ടിക്കിളിന് 3 by 2 RT by അവോഗാഡ്രോ നമ്പർ. ദാറ്റ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് 3 by 2 into KT. ഈ K എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ബൈ അവോഗാഡ്രോ നമ്പർ, which is called as Boltzmann constant. Boltzmann's constant. Okay, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.38 into 10 power minus 23 joules. യൂണിറ്റ് എന്തായിരിക്കും മക്കളെ? യൂണിറ്റ് ഇവിടെ തന്നെ കിട്ടും. കൈനറ്റിക് എനർജിയുടെ യൂണിറ്റ് ജൂൾസ് ആണ്. ഇവിടെ ടെമ്പറേച്ചർ കെൽവിൻ ആണ് മക്കളെ. ഓക്കെ, സോ ദിസ് ഷുഡ് ബി ജൂൾസ് പെർ കെൽവിൻ. ജൂൾസ് കെൽവിൻ റേസ് ടു -1. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, യെസ് ഓർ നോ? ഞാനത് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് എഴുതാം. The value over here is 1.38 into 10 power minus 23 joules Kelvin raised to -1. Got it, my dear students? Fine. So എല്ലാവരും നോക്കുക, നമ്മൾ എവിടെന്നാ തുടങ്ങിയത്? നമ്മൾ പൂരം എവിടെന്നാ തുടങ്ങിയത്? ഇവിടെ നിന്ന്. PV is equal to 1/3 m into n into URMS the whole square. Kinetic energy of n molecules. n എന്നുള്ളത് number of molecules ആണ്. m എന്നുള്ളത് mass of one molecule. Kinetic energy of n molecules എന്താ? Kinetic energy of first molecule plus kinetic energy of second molecule plus kinetic energy of third molecules and goes on. ഇതിൽ ഹാഫ് m ഞാൻ പുറത്തേക്ക് എടുത്തു. ഹാഫ് ഇൻറ്റു m ഇൻറ്റു u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ പ്ലസ് u3 സ്ക്വയർ ഗോസ് ഓൺ. എന്നിട്ട് ഞാനൊരു കഥകളി ചെയ്തു. എന്താണ്? ഡിവൈഡ് ബൈ n മൾട്ടിപ്ലൈഡ് ബൈ n. അപ്പം നമുക്ക് ഈ ഒരു വാല്യൂ is nothing but URMS the whole square. That is nothing but URMS the whole square. അപ്പോൾ നമുക്ക് കിട്ടും ഹാഫ് ഇൻറ്റു m ഇൻറ്റു n ഇൻറ്റു URMS the whole square. ഇനി ഇവനെ എടുത്ത് ഞാൻ വേറൊരു കഥകളി ചെയ്തു. ഇതിന്റെ രണ്ടിന്റെയും സൈഡിൽ 3/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ 3/2 MV is equal to 3/2 PV is equal to 3/2 of this. Is equal to 3/2 of this. 3/2 of this എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു m ഇൻറ്റു n URMS the whole square ആണ്. അതെന്താണ്? കൈനറ്റിക് എനർജി ആണ്. ദാറ്റ് ഇസ് കൈനറ്റിക് എനർജി. സോ 3/2 ഇൻറ്റു PV is equal to കൈനറ്റിക് എനർജി. Got it? ഇനി 1 മോൾ എടുക്കുകയാണെങ്കിൽ ഈ n എന്നുള്ള അവോഗാഡ്രോ നമ്പർ ആവും. അപ്പൊ ഹാഫ് ഇൻറ്റു m ഇൻറ്റു n ഇൻറ്റു URMS ഹോൾ സ്ക്വയർ. m ഇൻറ്റു n എത്രയാ? മാസ് ഓഫ് 1 പാർട്ടിക്കിൾ ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇസ് മോളാർ മാസ്. Mass of 1 particle into Avogadro number of particles is molar mass. So half into capital M into URMS the whole square is equal to 3/2 PV. അങ്ങനെയും ഒരു ഇക്വേഷൻ കിട്ടും. ഇനി അവനെ വെച്ച് വേറെ കഥകളി നടത്താം. Kinetic energy is equal to 3/2 PV ആണ് നമുക്ക് കിട്ടി. For n moles we know ideal gas equation PV equal to nRT. So kinetic energy is equal to 3/2 PV ക്ക് പകരം nRT ഇടുന്നു. For n moles. ഇനി for 1 mole ആണെങ്കിൽ n moles എന്നുള്ളത് 1 mole ആവും. So 3/2 RT എന്ന് കിട്ടും. Got it, my dear students? ഇനിയിപ്പോ 1 molecule ആണെങ്കിൽ ഇതിനെ by Avogadro number multiply ചെയ്യുക. So kinetic energy is equal to 3/2 RT by Avogadro number. That is equal to 3/2 KT. K എന്നുള്ളത് R by N 1.38 into 10 power minus 23 joules Kelvin raised to -1. That's Boltzmann's constant. Now ഇതിനെല്ലാം നമ്മൾ പഠിക്കുന്ന പാഠം എന്താണ്? മക്കളെ, this tells us that it's a very important point over here. Kinetic energy. This tells us that this tells us gives us a very important result. Kinetic energy of an ideal gas. Kinetic energy, wait a minute.
kinetic energy of an ideal gas, kinetic energy of an ideal gas, depends only on temperature. Only on temperature. It depends only on temperature. അതായത് ടെമ്പറേച്ചറിന് മാത്രമേ കൈനറ്റിക് എനർജീനെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇല്ല സാറേ കൈനറ്റിക് എനർജികൾ 3/2 PV എന്ന് എഴുതിയില്ലേ, 3/2 PV എന്ന് എഴുതിയില്ലേ സാറ്? അപ്പോൾ അതെങ്ങനെയാ സാറേ? പ്രഷറും വോളിയമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? മക്കളെ, ദിസ് PV ഈസ് നത്തിങ് ബട്ട് NRT. PV ഈസ് നത്തിങ് ബട്ട് NRT. അപ്പോൾ ഈ ടെമ്പറേച്ചർ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കാന്ന് വരിക. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ NRT കോൺസ്റ്റന്റ്, NRT കോൺസ്റ്റന്റ് ആണെങ്കിൽ PV കോൺസ്റ്റന്റ്, PV കോൺസ്റ്റന്റ് ആണെങ്കിൽ കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ മാറുമ്പോഴേ കൈനറ്റിക് എനർജി ഓഫ് ഐഡിയൽ ഗ്യാസ് മാറുന്നുള്ളൂ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ടെമ്പറേച്ചർ ഇസ് ഇൻ കെൽവിൻ. ടെമ്പറേച്ചർ ഇസ് ഇൻ കെൽവിൻ. ഓക്കെ, ഈ ഇക്വേഷൻസിൽ ടെമ്പറേച്ചർ ഇസ് ഇൻ കെൽവിൻ. അത് അപ്പുറത്തും ടെമ്പറേച്ചർ ഇസ് ഇൻ കെൽവിൻ മറക്കരുത്. അല്ല, ഇവിടെ കൊടുത്തിട്ടുള്ള ഇവിടെയും വരുന്നില്ലല്ലോ. ടെമ്പറേച്ചർ ഇസ് ഇൻ കെൽവിൻ മറക്കരുത്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഗോട്ട് ഇറ്റ്? വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ്. ഇനി വേറൊരു സത്യം കൂടി ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ആ സത്യം കേട്ടാൽ ഞെട്ടും. ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 NRT ഈസ് വാലിഡ്. This is valid only for monoatomic gases. This is valid only for monoatomic gases. Monoatomic gases. This is valid only for monoatomic gases. അതായത് ഈ പറഞ്ഞ സാഹിത്യം മൊത്തം is valid only for, ഈ ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിയില്ല, kinetic energy is equal to 3/2 RT for 1 mole, 3/2 NRT. This is valid only for monoatomic gases. Monoatomic gases എന്ന് ഉദ്ദേശം എന്താ? ഫോർ എക്സാമ്പിൾ ഹീലിയം, മോണോatomic, അത് ഒറ്റയ്ക്കാണ് നിൽക്കണം. ഹീലിയം എന്നും ഒറ്റയ്ക്കാ. നിയോൺ, they all don't combine with anything, they are all ഒറ്റ gases. സിംഗിൾ പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ അല്ലേ? O2 is not a monoatomic gas, it's a diatomic gases. N2 is a diatomic gas. CO2 is a triatomic gas. This is valid only for monoatomic gases. പക്ഷെ കുറേ ബുക്കുകളിൽ ഇത് നേരെ എല്ലാത്തിനും കൊണ്ട് ചാമ്പാറുണ്ട് ഈ ഇക്വേഷൻസ്. ഓക്കെ, നിങ്ങൾ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് വെയർ ഇറ്റ് ഈസ് കമ്മിങ് പ്രോപ്പർലി. എങ്ങനെയാണ് അപ്പോൾ ബാക്കിയുള്ള ട്രൈഅറ്റോമിക്കിൽ എന്തായിരിക്കും ഇക്വേഷൻ, ഡയറ്റോമിക്കിൽ എന്തായിരിക്കും ഇക്വേഷൻ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് തെർമോഡൈനാമിക്സിൽ മനസ്സിലാവും. ഓക്കെ, യെസ് ഓ നോ? യെസ് ഓ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? പക്ഷേ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, കൈനറ്റിക് എനർജി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ, ഇസ് വാലിഡ് എവ്രിവെയർ, ഇസ് വാലിഡ് ഫോർ എവറിത്തിങ്. പക്ഷേ ഇക്വേഷൻ മാത്രം കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഈ 3/2 പകരം സംതിങ് എൽസ് വിൽ കം ഫോർ ഡയറ്റോമിക്, ട്രൈഅറ്റോമിക് ആൻഡ് ഓൾ. ഈ 3/2 പകരം സംതിങ് എൽസ് വിൽ കം, അത്രേ ഉള്ളൂ. പക്ഷേ ദിവൻ ഉണ്ടല്ലോ, കൈനറ്റിക് എനർജി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ, ഇസ് ഓൾവേസ് വാലിഡ്. ഞാൻ പറഞ്ഞ ഈ ഇസ് വാലിഡ് ഓൺലി ഫോർ മോണോatomic ഗ്യാസ് ഇസ് ഫോർ ദീസ് ഫോർമുലാസ്. ഈ ഫോർമുലാസിനെ മാത്രമാണ് ഇസ് വാലിഡ് ഓൺലി ഫോർ മോണോatomic ഗ്യാസ്. പക്ഷെ ഈ തിയറി ഉണ്ടല്ലോ, കൈനറ്റിക് എനർജി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ, ഇസ് വാലിഡ് ഫോർ എനി ഐഡിയൽ ഗ്യാസ്. അതായത് ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നായിരിക്കും നിങ്ങളോട്. കാർബൺ മോണോക്സൈഡ് എടുത്തു, ലെറ്റ്സ് സേ 25 ഡിഗ്രി സെൽഷ്യസ്. ഓക്സിജൻ എടുത്തു ആസ് ഇൻ 25 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇത് രണ്ടും ഐഡിയൽ ഗ്യാസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ആൻഡ് ഇഫ് ദേ ആർ ആസ്കിങ് യു which among carbon monoxide and oxygen has more kinetic energy, രണ്ടിനും സെയിം ആയിരിക്കും. കാര്യം എന്താ? കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. ഓക്കെ, കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഒബ്വിയസ്ലി നമ്പർ ഓഫ് മോൾസ് സെയിം ആയിരിക്കണം കേട്ടോ. ലെറ്റ്സ് സേ 1 mole of carbon monoxide, 1 mole of oxygen I take. Look at this, kinetic energy depends only on temperature, my dear students. Number of moles, obviously it matters. Okay, number of moles same ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട മക്കളെ. If temperature is same, kinetic energy is same. Okay, my dear students? Perfect or not, my dear champions?
അപ്പോൾ അങ്ങനെയാണ് പാലാരിവട്ടം പാലം ഉണ്ടായത്. സോ ദിസ് ഈസ് അബൌട്ട് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ആദ്യം പറഞ്ഞ അസംഷൻസും മനസ്സിൽ വെക്കുക, പിന്നെ കാണിച്ച ഈ ഡെറിവേഷൻസും മനസ്സിൽ വെക്കുക. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, പെർഫെക്റ്റ് or not? ഇനി ഇതിനോടനുബന്ധിച്ച് ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്. വെലോസിറ്റീസ്, ഡിഫറെൻറ്റ് വെലോസിറ്റി, ടൈപ്സ് ഓഫ് വെലോസിറ്റീസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അലോങ് വിത്ത് ക്വസ്റ്റ്യൻസ്. ഈ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസും അടുത്ത ടോപ്പിക്കും കൂടി ചേർത്ത്, പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടി ചേർത്തായിരിക്കും അടുത്ത സെഷൻ വരാൻ പോകുന്നത്. സോ എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ജസ്റ്റ് ഗോ ത്രൂ ദിസ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാം മനസ്സിലാക്കുക. എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടേക്ക് യുവർ ടൈം, ഗോ ത്രൂ ഇറ്റ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, ഗുഡ്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ഇന്നത്തെ പൂരം ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൈപൊക്കല്ലേ മക്കളെ, കൈപൊക്കാൻ ഞാൻ കാണില്ല, കമൻസിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, കമൻസിൽ ടൈപ്പ് ചെയ്യുക മക്കളെ. I will definitely reply. Okay my dear champions. So that's it for the day my dear students. അടുത്ത സെഷൻ എന്തായാലും മിസ്സാക്കരുത് മക്കളെ, പ്ലീസ്. കാര്യം കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്. സോ I'll see you guys for the next session. Before that ചാമ്പ്യൻസ്, എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ വരേണ്ടത് ടെലിഗ്രാം ഗ്രൂപ്പാണ്. ഇത് ജോയിൻ ചെയ്യാൻ മറക്കരുത്. ബിക്കോസ് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ടെലിഗ്രാമിലേക്ക് നമ്മളത് സെൻഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും പുതിയ ക്ലാസ്സോ പുതിയ സെഷനോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ്, ടൈം ചേഞ്ചസ് വല്ലതും വന്നിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും മക്കളെ ടെലിഗ്രാമിൽ. സോ ഡോണ്ട് ഫർഗെറ്റ് അബൌട്ട് ദാറ്റ്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്. സോ ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ ചാമ്പ്യൻസ്. ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. I'll see you guys അടുത്ത ക്ലാസ്സിൽ. ടിൽ ദെൻ, സുലാൻ.